ക്രൈസ്റ്റ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു. പ്രത്യാശയുടെ മീനിങ് ഹോപ്പ് എന്നാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ഹോപ്പ്. ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ ആശ്രയം. ക്രിസ്തുവിലായിരിക്കണം നമ്മൾ ഉറച്ചു നിൽക്കുന്ന ഉറച്ച പാറയാകുന്നു. നമ്മൾ എബ്രായ ലേഖനത്തിൽ പഠിപ്പിച്ചപ്പം കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് അടിസ്ഥാനക്കല്ല്, മൂലക്കല്ല്, അതുപോലെ തന്നെ തള്ളിക്കളഞ്ഞ കല്ല്, ജീവനുള്ള കല്ല്, ഈ കല്ലുകളിലൊക്കെയാണ് നമ്മൾ വീട് പണിയുന്നത് എങ്കിൽ കാറ്റും കോളും വരും, പക്ഷേ വീട് ഉറച്ചു നിൽക്കും. അത് ക്രിസ്തുവാകുന്ന പാറക്കല്ല്, അടിസ്ഥാനക്കല്ല്. അടിസ്ഥാനക്കല്ല് ഇടേണ്ടത് നമ്മളാണ്. ബാക്കി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളാണ് ഇടേണ്ടത്. നമുക്കിട്ട് തന്ന നമ്മുടെ പിതാക്കന്മാരാണ്. അങ്ങനെ തലമുറ പുറകോട്ട് പോകുമ്പോൾ അടിസ്ഥാനക്കല്ലുകൾ അവിടെ കിടപ്പുണ്ട്. അത് ഏലിയാ പ്രവാചകൻ്റെ കാലത്ത് 12 ഗോത്രങ്ങൾക്ക് ദൈവം തിരഞ്ഞെടുത്തവരായിരുന്നു. അവർ ബാൽവിഗ്രഹങ്ങളുടെ പുറകെ പോയി. പക്ഷെ ദൈവം അന്വേഷിച്ച് തിരിച്ചു വന്നു. അതായത് ഹണ്ടിങ് ഡൗൺ ആഫ്റ്റർ ദം എന്നാണ് പറയുന്നത്. ഈ വേട്ടപ്പട്ടി പുറകെ ചെന്ന് കണ്ടുപിടിക്കുന്ന പോലത്തെ ആ ദിവ്യ സ്നേഹമാണ് പിതാവാം ദൈവം തൻ്റെ ജനതയെ എപ്പോഴും കണ്ടുപിടിക്കും. അങ്ങനെ അതൊരു വലിയ പ്രത്യാശയില്ല നമുക്കും. നമ്മുടെ തലമുറകളിൽ വഴിതെറ്റി വഴി മാറി നടക്കുന്ന മക്കളുള്ളവരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, കുടുംബത്തിലെ സഹോദരന്മാരുണ്ട്. അവരെയൊക്കെ ഹണ്ടിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഈ വേട്ടപ്പട്ടിയെ അതുപോലെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ യജമാനൻ അതിനെ തുറന്ന് വിട്ടാൽ ആ ഫോക്സ് അല്ലെങ്കിൽ വേണ്ടതായ മുയലായി അതിനെ അത് അന്വേഷിച്ച് പോകുന്ന വെച്ചാൽ അതിനെ ഇതും കൊണ്ട് എല്ലാം കൂടെ പോയി കണ്ടുപിടിച്ച് അതിനെ പിടിച്ചുകൊണ്ട് വരുന്നത് കാണാം. എന്തൊരു തീഷ്ണതയായ ആ ക്യാരക്ടർ അവർക്ക്. ആ ഒരു പ്രത്യേക ബ്രീഡ് ഓഫ് ഡോഗ്സിനെ അത് ചെയ്യാനൊക്കത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവമക്കളാണെന്ന് ദൈവം കണ്ടിട്ടുണ്ടേ എങ്കിൽ അപ്പോൾ ചെന്ന് നമ്മളെ അന്വേഷിച്ചേ കണ്ടുപിടിക്കും. സംശയമില്ലാത്ത സത്യമാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്തു നിന്നാണ് 1:26-27 ഇംഗ്ലീഷിലായിട്ട് വരും. 27 ആ വാക്യം വായിക്കാം. 27 അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയതായിട്ടുള്ള പ്രത്യാശയുടെ നിറവ്. അതാണ് നമ്മൾ ഈ ഒരു മഹിമാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം ഇതിൻ്റെ ഉരയ്ക്കും തോറും അല്ലെ അടുക്കും തോറും ഈ ധനത്തിൻ്റെ വ്യാപ്തി വലുതാകുകയാണ്. ഈ ദൈവമെന്ന് പറയുമ്പം സൃഷ്ടിച്ചവനായ യേശുക്രിസ്തു ഭൂമിയിൽ നടക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ് നടന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പലപ്പോഴും ജീവിച്ച കാലത്ത് ദൈവപുത്രൻ എന്ന് പറയുന്നതിൽ കൂടുതലായിട്ട് മനുഷ്യപുത്രൻ എന്നാണ് അഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം മനുഷ്യപുത്രനായിട്ട് ഇറങ്ങി വന്ന് സ്വർഗത്തിൽ നിന്ന് തൻ്റെ സ്വർഗീയമായ മഹാപദവി അവിടെ ഉരിഞ്ഞു വെച്ചിട്ട് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് ഭൂമിയിൽ വന്ന് നമ്മുടെ കൂടെ വസിക്കുന്ന കാലം കൂടുതലും മനുഷ്യനായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പാപമില്ലാതെ ഭൂമിയിൽ ജീവിക്കാമെന്നും പാപത്തിന് അടിമപ്പെട്ടവരായി നമ്മളെ വീണ്ടെടുക്കാനുമാണ് യേശുക്രിസ്തു വന്നതെന്ന് കാണിച്ചു തന്നു. ഇത് കാണിച്ചു എന്ന് പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ 2000 ചില്ലുവാനും കൊല്ലമായി. ഈ ഒരു സത്യം പറയും തോറും വലുതാകണം. അത് പറയും തോറും എൻ്റെ ഹൃദയത്തിൽ ഇതിന് സ്ഥാനം കൊടുക്കണം. കർത്താവിൻ്റെ അടിസ്ഥാന കല്ലിലാണ് ഞാനിത് പണിയുന്നത് എങ്കിൽ തലമുറ എവിടെ പോയാലും അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ചുമതല ദൈവം തമ്പുരാൻ ഏറ്റെടുത്തിരിക്കുന്നു. അത് ആടുകളെ സംബന്ധിച്ചിടത്തോളം ഇടയൻ നല്ലതാണ് എങ്കിൽ ആടുകൾക്ക് നല്ല പുഷ്ടിയാണ്. കണ്ടിട്ടുണ്ട്. ഇടയൻ കൊള്ളാത്തവനാണെങ്കിൽ അതിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു എസെക്കിയേൽ 34 എഴുതിയിട്ടുണ്ട്. ഇടയൻ ചൊവ്വുള്ളതല്ലെങ്കിൽ ചെന്നായും കുറുക്കനും ഒക്കെ വരുമ്പോൾ സിംഹമൊക്കെ വരുമ്പോൾ ആടിനെ ഇട്ടേച്ച് അവർ ഓടിക്കളി. ചിതറിപ്പോയ ആടുകളെന്നാണ് അന്ന് ഇസ്രായേൽ ജനതയെക്കുറിച്ച് അന്ന് പറഞ്ഞത്. അപ്പം നമ്മൾക്ക് ഇന്ന് കാലത്തിന് ഇത് അപ്ലിക്കബിൾ തന്നെയാണ്. കർത്താവ് പറയുന്നത് ക്രിസ്തുവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ.
അത് പൗലോസ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണല്ലോ എഴുതി വച്ചിരിക്കുന്നത്. മർമ്മം എന്ന് പറയുമ്പോൾ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങളാണെന്ന് ഓർത്താൽ മതി. 28 ഇങ്ങനെ വായിക്കുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, എന്തിനാണ്? ക്രിസ്തുവിൽ തികഞ്ഞു നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുക. അപ്പം ക്രിസ്തുവിൽ തികഞ്ഞു നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രബോധിപ്പിക്കുന്നുണ്ട്, ജ്ഞാനം കൊടുക്കുന്നുണ്ട്. അതാണ് പൗലോസ് ചെയ്തത്. അത് തന്നെ നമ്മളും ചെയ്താൽ മതി, ബാക്കി ദൈവം ചെയ്തോളും. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതായത് ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതിനാൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഓടി നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവവേല ചെയ്യുന്ന അനേക മക്കൾ എൻ്റെ വചനം കേൾക്കുന്ന വർഷങ്ങളായിട്ട് കേൾക്കുന്നവരുണ്ട്. 16 വർഷമായി വചനം അയക്കുന്നു. ചിലർ വർഷങ്ങളായിട്ട് കേൾക്കുന്നവരുണ്ട്. തീർത്തും ആ കുടുംബങ്ങളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഈസ് അബ്സല്യൂട്ട്ലി സ്ട്രോങ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. വചനം എടുത്തു ഈ 16 കൊല്ലവും വചനം പോലെ തന്നെ വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ കൂടി ഒരു മർമ്മം ഉണ്ടെന്ന് ഈ ലോ പ്രാക്ടീസ് ചെയ്യുന്നിരിക്കുന്ന എന്നെ വിടിച്ചു മാറ്റിയ ദൈവം ഈ വചനം പറയാനാണ് നിർത്തിയിരിക്കുന്നെന്നുള്ള എനിക്കുറപ്പുള്ളതാണ് ഈ വചനമായിട്ട് തന്നെ വായിക്കുന്നത്. നമ്മളൊക്കെ സൗദി അറാംകോയിലായിരുന്നപ്പോൾ വചനം കാണാതെ പഠിക്കുമ്പോൾ അമേരിക്കൻസാണ് നമ്മളെല്ലാം ഒരു ഗ്രൂപ്പിലായിട്ട് പഠിക്കുന്ന സമയത്ത് ഒരു കോമായ്ക്ക് പോയിട്ട് ഒരു കൊട്ടേഷൻ, ഒരു ഡോട്ടിന് പോലും വ്യത്യാസം വന്നാൽ അവർ സമ്മതിക്കൂല, അത്ര നിർബന്ധമായിട്ട്. കാരണം ഇത് ദൈവവചനമാണെന്ന്. അതുകൊണ്ടാണ് ഈ വചനം, അത് തന്നെയാണ് നമ്മൾ കോടതിയിൽ ആർഗ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെയുള്ള സെക്ഷൻസ് എടുത്തൊന്നും വായിക്കാനൊക്കത്തില്ല. അവരെഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ, സിവിൽ ലോ ആണെങ്കിൽ സിവിൽ ലോ, ക്രിമിനൽ ലോ, അതെടുത്തിട്ട് കറക്റ്റായിട്ട് വായിച്ച് കേൾപ്പിക്കണം, എന്നാലേ വിധി നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ലോകപ്രകാരമാണെങ്കിൽ ദൈവം തമ്പുരാൻ എത്രമാത്രം അധികമായിട്ട് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. നമ്മൾ പറയുന്നത് ഞാൻ ആരെ, എനിക്ക് ദൈവം ആരെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാത്തിനും വ്യത്യാസം വരും. When you know who you are when you are born again, the whole identity changes. അതായത് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച നിമിഷം മുതൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എൻ്റെ അന്തരാത്മാവിനൊരു സ്ഥലമുണ്ടല്ലോ നമുക്ക്, അവിടെ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് എനിക്ക് ജീവൻ വെച്ചു. ഈ ജീവൻ എന്ന് പറയുന്നത് നിത്യമായ ജീവൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കേണ്ട ജീവൻ. ഇതൊരിക്കലും മരിക്കൂല. ഈ പരിശുദ്ധാത്മ മരിച്ചു പോകത്തില്ല. പരിശുദ്ധാത്മ ഡോർമെൻ്റ് ആയിട്ടിരിക്കും. ഡോർമെൻ്റ് മീൻസ് അനങ്ങാതെ ഇരിക്കും, അല്ല മരിച്ചെന്നല്ല, മാറി നിൽക്കുന്നല്ല, എന്നെ ഒന്ന് മാറിയെന്നല്ല ഡോർമെൻറ്റിൻ്റെ അർത്ഥം. അതായത് മിണ്ടാതെ ഇരിക്കും. നമ്മളൊരാളെ മിണ്ടാതിരുത്തുന്നത് എപ്പോഴാണെന്നറിയാമോ? ഭാര്യ ഭർത്താക്കന്മാർ വലിയ വഴക്കുണ്ടാക്കും, ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും, കുറച്ച് കഴിയുമ്പം ഒരാളങ്ങ് മിണ്ടാതാകും. ഭാര്യയായിരിക്കും, ചിലപ്പം ഭർത്താവ്, മോസ്റ്റ് പ്രോബ്ലി ഭർത്താവായിരിക്കും മിണ്ടാതാകുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ഗിവപ്പ് ചെയ്തല്ല, എനിക്കിനി അവളോട് പറഞ്ഞിട്ട് കാര്യം, ഞാനിവിടെ സമാധാനമായിട്ട് അങ്ങ് നിന്നോളാം, അവളെന്തെങ്കിലും കാണിക്കട്ടെ, അത് തിരിച്ചുവാകാം. അപ്പോൾ ഈ മിണ്ടാതാകുന്ന ഒരു സ്റ്റേജിൽ അവർ ഇട്ടേച്ചു പോകുന്നില്ല. ഈ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഡോർമെൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ ഡോർമെൻ്റ് ആകുന്ന പരിശുദ്ധാത്മാവിനെ ചിറകടിച്ച് പറപ്പിക്കുക എന്നുള്ളതാണ് വചനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വചനം വരുമ്പോൾ ഈ നമ്മൾ എപ്പോഴും ഈ ആത്മാവിൽ നമ്മൾ കാണുന്ന ഒരു ദർശനം എപ്പോഴും എന്നെ ദൈവം കാണിക്കുന്നത്. ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ജീവവൃക്ഷമായിട്ട് പലരെയും ഞാൻ കാണുന്നില്ല, വളരെ കുറച്ച് പേരെ ഞാൻ ആത്മാവിൽ ജീവവൃക്ഷമായിട്ട് കാണാറുള്ളൂ. എന്നെ ദൈവം അങ്ങനെ കാണിക്കും. പക്ഷെ പലപ്പോഴും ഈ ചെറിയ കോളിയോസൊക്കെ അല്ലേ, ചെറിയ ഈ ഇലച്ചെടികൾ നല്ല തഴച്ച് നിൽക്കുന്നതായിട്ട് എന്നെ കാണിക്കും. പക്ഷെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഇല ഇങ്ങനെ അങ്ങ് വാടിക്കൊരിഞ്ഞിങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഇലച്ചെടി നല്ലതാണ്, പക്ഷെ അന്ന് വെള്ളം കിട്ടിയില്ല. ചിലപ്പോൾ ഒരു രോഗം വന്നായിരിക്കും, രോഗം സീക്രട്ടായിട്ടായിട്ടും വെക്കുന്നത് ആളിനോട്. പക്ഷേ ഇവർക്ക് രോഗം വന്നിട്ട് ഇവർ രോഗത്തിൻ്റെ ചികിത്സയിൽ കൂടെ പോകുമ്പോൾ ഇതിങ്ങനെ തളർന്നങ്ങ് പോകും. അപ്പോൾ നമ്മളൊരാൾ എന്താണ് ഭയപ്പെടുന്നത്? സാരമില്ല, ഇന്നത്തെ വചനം കിട്ടിയില്ല, ഇന്നത്തെ ഡോസ് വചനം കിട്ടിയില്ല എന്ന് ചോദിച്ച് വചനം ഒരെണ്ണം ഞാനീ പറയുന്നത് തന്നെ പല പ്രാവശ്യം കേൾക്കാമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ കൂടെ വ്യാപരിക്കും, എനിക്ക് ഷുവറാണ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ, ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി. യു ഹാവ് ബിക്കം വൺ വിത്ത് ക്രൈസ്റ്റ്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ആരെ എന്നുള്ളത് എനിക്ക് ബോധ്യമാക്കാൻ ഒരായുസ് എടുക്കുന്നു. ഞാൻ ആരെയെന്ന് ചിലർ നേരത്തെ ആകും, പക്ഷെ നേരത്തെ ആയാലും വലിപ്പമുണ്ടല്ലോ.
ഇപ്പോൾ പൗലോസിനെയൊക്കെ വിളിച്ചു മാറ്റി 3-ാം സ്വർഗം കണ്ടു കഴിഞ്ഞ നിമിഷം തൊട്ടാണ് പൗലോസിന് തീക്ഷ്ണമായ പ്രവർത്തനം. സ്റ്റീഫനെ യേശുക്രിസ്തു നേരിട്ട് സന്ദർശിച്ച ഭാഗം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മരിക്കുന്നവണ്ണെ ഭയമില്ലായിരുന്നു. അതുപോലെ പഴയ നിയമത്തിൽ അബ്രഹാമിനോട് ദൈവം നേരിട്ട് സംസാരിച്ചു എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായിട്ട് കണക്കിട്ടു. വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ദൈവം പറഞ്ഞത് അതുപോലെ ഘനമായിട്ട് അകത്ത് വന്ന് വീണു. ഇപ്പം നമ്മൾ പറയുമ്പോൾ എന്താ സംഭവിക്കാത്തത്? 100 ആയിരക്കണക്കിന് വചനങ്ങൾ ദിനംപ്രതി കേൾക്കുന്നതിനാൽ ഒത്തിരി കേട്ടിട്ട് ഇപ്പം നമ്മൾ ഫെമിലിയാരിറ്റി ലീഡ്സ് ടു കണ്ടംപ്റ്റ് എന്ന് പറയും. എന്നും കേട്ടതിന് വിലയില്ല. എന്നാൽ ഒരിക്കലും കേൾക്കാത്ത ചില ആളുകളുണ്ടല്ലോ. ഇപ്പം നമ്മൾ ചൈനയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ യൂട്യൂബിനകത്തൊക്കെ പടങ്ങൾ. അവിടെ ഒരു സ്റ്റോളനായിട്ട് ബൈബിളുകൾ ഷിപ്പ് ലോഡിന് അയക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ അറിയാം. അപ്പോൾ അവർക്ക് ആ ബൈബിള് കിട്ടുമ്പോഴത്തെ സന്തോഷം അത് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. ഞങ്ങൾ അരാംകോയിലായിരുന്നപ്പോൾ, സൗദിയിലായിരുന്നപ്പോൾ, എൻ്റെ ഹസ്ബൻഡ് അരാംകോയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ അന്ന് ബൈബിളും വേദപുസ്തകവും ഒന്നും കൊണ്ടുവരാനൊക്കത്തില്ല. പക്ഷേ എനിക്കറിയാം അമേരിക്കൻസ് ഇഷ്ടം പോലെ ഷിപ്പ് ലോഡ് കണക്കിനാണ് അന്ന് ബൈബിള് കൊണ്ടുവന്നിട്ട് സീക്രട്ടായിട്ട് പാസ് ചെയ്യും. അപ്പോൾ നമുക്കൊക്കെ കിട്ടും. നമുക്ക് ബൈബിൾ ഇഷ്ടം പോലെ അരാംകോയ്ക്ക് അകത്ത് കിട്ടുമായിരുന്നു. കാരണം ഇറ്റ്സ് ഓൾ ഡിസ്ട്രിബ്യൂട്ടഡ് ദെയർ ഇൻസൈഡ്. ഇപ്പം പിന്നെ എല്ലാം ഫ്രീ ആയി. അന്ന് കിട്ടുന്നത് ആ ഒരു ബൈബിള് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ പ്രസൻറ്റ് കൊടുക്കുന്നത് എപ്പോഴും, ആ കാലങ്ങളിൽ എപ്പോൾ പ്രസൻറ്റ് കൊടുത്താലും ബൈബിൾ അല്ലാതെ വേറൊന്നും കൊടുക്കൂല. കാരണം ബൈബിള് കിട്ടാനാണ് ഏറ്റവും പാട്. അതൊന്നും നമ്മളിവിടെ അനുഭവിക്കുന്നില്ലല്ലോ. ഇവിടെ എവിടെ ചെന്നാലും ബൈബിള് കിട്ടും. ബൈബിള് നമ്മൾ കൈക്കൊണ്ട് നടക്കത്തു പോലും ഇല്ല. അറിയാമോ? ബൈബിൾ കൊണ്ട് നടക്കുന്നതൊക്കെ ഒരു തരം അത് വേറൊരു കൂട്ടത്തിനാണെന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. ശരിയല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവം തമ്പുരാൻ തന്നെയാണ് ഈ വേദപുസ്തകം എന്നുള്ള ബോധം വന്നാൽ ഇത് കഴിയുന്നതും കൊണ്ട് നടക്കുന്നത് ദൈവത്തിനല്ല, നമുക്ക് പ്രയോജനം. അപ്പോൾ ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 പൗലോസ് പറഞ്ഞു, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഐ നോ ലോങ്ങർ ലീവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഞാനോ ക്രിസ്തുവിൽ മരിച്ചു കഴിഞ്ഞു, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നെ തന്നെ ഞാൻ യേശുവിന് കൊടുത്തിരിക്കുകയാണ്. ഹീ ഈസ് ലിവിങ് ഇൻസൈഡ് മീ. വിത്തൗട്ട് ഹിം ആ ഒരു ലെവല്. ഇപ്പം നമ്മളോടൊക്കെ കർത്താവില്ലാത്ത ഒരു ജീവിതം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അൺഇമാജിനബിളാണ്. യേശു ഇല്ലാതെ നമുക്കൊന്നുമില്ല. യേശു ഇല്ലെങ്കിൽ വെറും ഒരു വട്ടം 0 ആയിട്ട് മാറും മിക്ക വിശ്വാസികളും. അതായിരിക്കണം. കാരണം അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനിൽ നമ്മൾ നിൽക്കുന്നില്ല എങ്കിൽ ബാക്കി പ്രവർത്തനം എല്ലാം വെറുതെയാണ്. ഇത് തുലനം ചെയ്ത് ഇതിൻ്റെ ഘനം അന്വേഷിക്കുന്നവൻ യേശു മാത്രമാണ്. ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഒരു വ്യക്തിയുടെ ഹൃദയം യേശുവിനോട് ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വേറൊരാൾക്കത് മെഷർ ചെയ്യാനൊക്കത്തില്ല. ബിക്കോസ് പേഴ്സണാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. പക്ഷെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് അറിയാം എത്രമാത്രം. ചിലർ ഒത്തിരി വർത്തമാനം പറയുന്നുണ്ട്, വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരക്ഷരം പോലും മിണ്ടാത്ത ആളുകളെ എനിക്കറിയാം. അവർ ഒറ്റ വാക്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കും. ഒരു വാക്യത്തെ മാത്രം. ആ ഒരു വാക്യത്തിൽ അവർക്കങ്ങ് ഉറപ്പാണ്. അതാണ് അബ്രഹാമിൻ്റെ ഉറപ്പതല്ലായിരുന്നു. ഈ ദൈവം തമ്പുരാൻ വിളിച്ചു മാറ്റി വെച്ച് പറയുന്നു, ആകാശത്തിലോട്ട് നോക്കാൻ പറഞ്ഞു, കടൽക്കരയിലുള്ള മണൽത്തരിയെ നോക്കാൻ പറഞ്ഞു, ഇതുപോലെ സന്തതിയെ തരാമെന്ന്. ഒരു വാക്ക് ഇല്ലേ? ഒരു വാക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശക്തി അതിൻ്റെ കൂടെ കടന്നു വരുന്നുവെങ്കിൽ എന്തുമാത്രം വാഗ്ദത്തങ്ങളും വാക്യങ്ങളും നമ്മൾ ദിനംപ്രതി കേൾക്കുന്നവരാണ്. ഈ വാക്യങ്ങൾക്കൊക്കെ ജീവൻ വെക്കണമെങ്കിൽ ഇത് ലോഗോസാണ്. ഇത് റീമ അല്ലെങ്കിൽ വചനം ജീവനാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡൻറ്റിറ്റി ക്രിസ്തുവിലാണെന്നുള്ള ബോധ്യം ആദ്യമേ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കണം. അവരെവിടെയൊക്കെ പോയാലും. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ തന്നെ ഫാമിലിയിൽ നമ്മുടെ കൊച്ചുമോന് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഒരു നമ്മളെന്തൊക്കെ പഠിപ്പിച്ചാലും അവരവർ തന്നെ പറഞ്ഞു എനിക്ക് യേശുവിനെ ഉള്ളിൽ വേണമെന്ന്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി പ്രഷ്യസ്. അതായത് അവരവർക്കൊരു തിരിച്ചറിവ്, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുക, യേശു എന്നിൽ വേണം, യേശു എന്നിൽ പൂർണ്ണമായിട്ട് വേണം. അത് അവർ ചിലപ്പോൾ അത് ബാപ്റ്റിസത്തിൽ കൂടെ ആയിരിക്കും, ചിലപ്പം വല്ല പ്രസംഗത്തിൽ കൂടെ ആയിരിക്കും, ചിലപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും. ബട്ട് there should be a day in which they can say, the children can say that I need Jesus in my heart totally and he should abide and reside in me. അങ്ങനെ ഒരു വളരെ സിമ്പിളായിട്ട് ഓപ്പണായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ അതൊരു വലിയ സന്തോഷമായിരിക്കും ക്രിസ്തുവിന്.
അവരും ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുക. നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി വചനം ദിനം പ്രതി മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ. അമ്മയപ്പന്മാർ ചെയ്യുന്ന സാക്രിഫൈസാണ് അടുത്ത തലമുറയ്ക്കുള്ള പ്രയോജനം കേട്ടോ. മക്കൾ തെറ്റിപ്പോയി, മക്കൾ ദൈവത്തിന് വഴി നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണേ, ചോദ്യം നമ്മളോടാണ്. ഹാവ് യു ഫെയിൽഡ് സംവെയർ? നമ്മൾ മറന്ന് അവിടെ അനുദപിക്കുക, തിരിച്ചു കൊണ്ടുവരിക, നമ്മളെ തന്നെ തിരിച്ചാദ്യം കൊണ്ടുവരിക, ബാക്കി ദൈവം ചെയ്തോളും. നമ്മളിൽ മാറ്റം കാണുമ്പം അവരിലും മാറ്റം വരും. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഐഡൻറ്റിറ്റി, ഞാൻ ആരെ എന്നും ക്രിസ്തുവിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ അടിസ്ഥാനക്കല്ല്, മൂലക്കല്ല് കർത്താവേ, ജീവൻ്റെ കല്ല് നീ മാത്രമാണെന്നും ഈ ഒരു അടിസ്ഥാന കല്ലിൽ മാത്രമേ വീട് പണിയാവൂ എന്ന് നിർബന്ധമായിട്ടും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. തലമുറകളോട് സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ അടിസ്ഥാന കല്ലിൻ്റെ കൂടെ വേറെ വല്ല കല്ലും കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ എടുത്ത് ദൂരെ കളയപ്പച്ച. ഇച്ചിരി കഷ്ടമാണേലും പ്രയാസം വന്നാൽ അത് മാറിപ്പോട്ടെ. എന്നിട്ട് നിനക്ക് ഹിതമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭവനമാക്കി ക്രിസ്തുവോ ഞങ്ങളുടെ ഭവനം ചമയ്ക്കുന്നവനായി മാറണമെന്ന് ഇബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ നീ ഞങ്ങളുടെ ഭവനത്തെ ചമയ്ക്കണം, നമ്മുടെ തലമുറകളുടെ ഭവനത്തെ ചമയ്ക്കണം. കർത്താവേ, ഈ ഭവനത്തിൻ്റെ ഉടമസ്ഥൻ നീയായി മാറണം. കർത്താവ് ആത്മാവിൽ ഞങ്ങളെ പണിതെടുക്കാൻ ആഗ്രഹിക്കുമ്പോഴേ കർത്താവെ, പുല്ല്, കച്ചി, അതുപോലെ വൈക്കോല, അങ്ങനെ വെറും വിലപിടിപ്പില്ലാത്ത സാധനങ്ങൾ കൊണ്ട് വീട് പണിയുന്നവരാകാതെ വിലപിടിപ്പുള്ള സ്വർണം, അതുപോലെ തന്നെ കർത്താവെ ഡയമണ്ട്സ്, മുത്തുകൾ, അതുപോലെ തന്നെ കർത്താവെ നല്ല നിലനിൽക്കുന്ന തടികൾ, അങ്ങനെയൊക്കെ ഉള്ള വീടുകൾ പണിയുവാനും ഒരു തീ വരുമ്പോൾ അത് നശിച്ചു പോകാത്ത ഒരു ലെവലിൽ ഈ വീട് പണിതെടുക്കാൻ ഞങ്ങൾക്ക് ഈ അവസരം തന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ അത് ചെയ്തെടുക്കാൻ ഞങ്ങളെയും തലമുറകളെയും ഉപയോഗിക്കണമേ. ഈ ജ്ഞാനം പരിജ്ഞാനം ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ ഇതെല്ലാം ഹിഡൻ ട്രൂത്താണ്. ആവശ്യമുള്ളവൻ കണ്ടുപിടിക്കും. അതാണല്ലോ ഒരു ഒരു വ്യവസായി വലിയ വിലപിടിപ്പുള്ള ഒരു മുത്തിനെ കണ്ടുപിടിച്ചും അതുമെല്ലാം മൂടി വെച്ചിട്ട് ഓടിപ്പോയി അവനുള്ള സകലതും വിറ്റിട്ട് ആ സ്ഥലം വാങ്ങിച്ചു എന്ന് പറയുന്നത് പോലെ നമുക്കുള്ളതെല്ലാം വിറ്റെറിഞ്ഞാലും നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെയും തലമുറകളെയും നിറയ്ക്കണമേ നിറയ്ക്കണമേ നിറയ്ക്കണമേ. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം. ബാക്കിയുള്ളതൊക്കെ നീ കൊണ്ടുതരും. സകലത്തിൻ്റെ ഉടമസ്ഥനല്ലേ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും തരാമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയെ ക്ലാരിഫൈ ചെയ്യണം. കർത്താവ് അത് ക്ലാരിറ്റി ഇട്ട് തരണം. ക്ലിയറായിട്ട് ഞാൻ ആരെ, ക്രിസ്തുവിൽ എന്നുള്ള ബോധം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഇട്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ ക്രിസ്തുവാകുന്ന അടിസ്ഥാന കല്ലിൽ ഞങ്ങളെ തന്നെ പണിതെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഈ ആത്മാവ് പകർന്നുകൊണ്ടേയിരിക്കുന്നതിനാൽ സ്തോത്രം. ജോഷുവ പറഞ്ഞതുപോലെ ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കും, ഞാനും എൻ്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കും. ആ കർത്താവിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.